ഉണ്ടായിട്ടുള്ളത്. ഡച്ച് അധിനിവേശ കാലത്ത് വളരെയധികം കേടുപാടുകൾ ഈ പള്ളിക്ക് സംഭവിച്ചതായി കാണുന്നു. AD 1503 പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന അൽഫോൻസ് അൽ ബുക്കർക്കിനെ അന്നത്തെ കൊച്ചി രാജാവ് കനിഞ്ഞ് അരുളിയതാണ് കോട്ട കെട്ടാനുള്ള അനുവാദം. ആ കോട്ടയോടൊപ്പം ആരാധനയ്ക്കായി അവർ ഒരു പള്ളിയും പണിതുയർത്തി. സെൻറ്റ് ബർത്തലോമിയുടെ നാമത്തിൽ തുടങ്ങിയ ഈ പള്ളി തടിയിലാണ് ആദ്യം പണിതിരുന്നത്. ബ്രിട്ടീഷ് വൈസ്രോയി അൽമേഡയുടെ കാലത്ത് അത് വെട്ടുകല്ലും സുർക്കിയും ഉപയോഗിച്ച് പുതുക്കി പണിയുകയായിരുന്നു. 1516 ആകുമ്പോഴേക്കും പണി പൂർത്തിയാകുകയും സെൻറ്റ് ആൻ്റണിക്കായി സമർപ്പിക്കുകയും ചെയ്തു. വാസ്കോ ഡ ഗാമയുടെ രണ്ടാമത്തെ വരവ് 1524 ആയിരുന്നു. ആ വർഷം തന്നെ അദ്ദേഹം ഇവിടെ വെച്ച് അന്തരിച്ചു. അദ്ദേഹത്തെ അടക്കം ചെയ്ത് ഈ പള്ളിയിൽ വെച്ചായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം അദ്ദേഹത്തിൻ്റെ മകൻ ലിസ്ബണിലേക്ക് കൊണ്ടുപോയി. ഇവിടെയാണ് വാസ്കോ ഡ ഗാമയെ ആദ്യം അടക്കിയത്. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ദുഃഖപ്രതീകമായ സ്മാരകമാണിത്. യുദ്ധത്തിൽ മരിച്ച 11 സൈനികരുടെ പേരുകൾ ഈ യുദ്ധസ്മാരകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.